കണ്ണൂർ അമ്പാടിമുക്കിൽ ബി.ജെ.പി വിട്ട് സി.പി.ഐ.എമ്മിൽ ചേർന്നവർ തിരികെ ബി.ജെ.പിയിൽ ചേർന്നു. 12 പേരാണ് ബി.ജെ.പിയിലേക്ക് തിരികെ പോയത്. അമ്പാടിമുക്കിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ വെച്ച് എം.ടി. രമേശ് ഇവരെ ബി.ജെ.പിയിലേക്ക് സ്വീകരിച്ചു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് അമ്പാടിമുക്കിലെ ബി.ജെ.പി പ്രവർത്തകർ കൂട്ടത്തോടെ സി.പി.ഐ.എമ്മിൽ ചേക്കേറിയത്. ബി.ജെ.പി നേതാക്കളായ ഒ.കെ. വാസുവും എ. അശോകനും ഉൾപ്പെടെയുള്ളവരെ പാനൂരിൽ വെച്ച് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സി.പി.ഐ.എമ്മിലേക്ക് സ്വീകരിച്ചതിന് പിന്നാലെയായിരുന്നു അമ്പാടിമുക്കും ചുവന്നത്. അമ്പാടിമുക്കിലെ അംഗങ്ങൾക്ക് ഡിവൈഎഫ്ഐ അംഗത്വവും നൽകിയിരുന്നു. ഇവരിലെ പ്രബല വിഭാഗമാണ് ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് തിരികെ പോയിരിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ അമ്പാടിമുക്കിലെത്തിയ ഇവരെ ബി.ജെ.പി നേതാവ് എം.ടി. രമേശിന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ആര് വിചാരിച്ചാലും ബി.ജെ.പി പ്രവർത്തകരുടെ മനസ്സുമാറ്റാനാകില്ലെന്നും സി.പി.ഐ.എമ്മിൽ നിന്നുള്ള വ്യാപകമായ കൊഴിഞ്ഞുപോക്കിന്റെ ഉദാഹരണമാണിതെന്നും എം.ടി. രമേശ് പറഞ്ഞു. കതിരൂർ മനോജ് വധക്കേസിനെ തുടർന്ന് ജില്ലയിൽ സി.പി.ഐ.എമ്മിനെതിരെ ബി.ജെ.പി നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങളിൽ ഒന്നായി തന്നെയാണ് ഇതിനെ വിലയിരുത്തുന്നത്. നേരത്തെ പാർട്ടി ഗ്രാമങ്ങളിലുടനീളം സംസ്ഥാന നേതാക്കളെ അണിനിരത്തി ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ബി.ജെ.പി സംഘടിപ്പിച്ചിരുന്നു. സി.പി.ഐ.എമ്മിൽ നിന്ന് ഇനിയും ബി.ജെ.പിയിലേക്ക് ആളുകളെ എത്തിക്കുമെന്നാണ് ബി.ജെ.പിയുടെ അവകാശവാദം. അമ്പാടിമുക്കിൽ നിന്ന് സി.പി.ഐ.എമ്മിലേക്ക് ചേക്കേറിയ ഒരു വിഭാഗത്തെ തിരികെ എത്തിക്കുന്നതിലൂടെ സി.പി.എമ്മിനെതിരെ ശക്തമായ വെല്ലുവിളി ഉയർത്താനാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. ക്യാമറമാൻ ലിവേഷ് ചെറുപഴിക്കൊപ്പം യദു നാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ.